നമ്മുടെ അമ്മമാരുടെ ദേഷ്യപ്രകടനം പലപ്പോഴും പാലാരിവട്ടം പാലം പോലെയാണ്. പുറമേ നോക്കിയാൽ അതിഭയങ്കരമായിരിക്കും അത്, പക്ഷെ ഉള്ളിലൊന്നും കാണില്ല. അമ്മയാകാൻ പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഒരു പ്രഗ്നൻസി ടൈം പലപ്പോഴും പല വിധത്തിലുള്ള ദേഷ്യപ്രകടനങ്ങളിൽ കൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുക. പുറമേ നോക്കിയാൽ വളരെ വലിയ പ്രശ്നമാണെന്ന് തോന്നും, സംഭവമാണെന്ന് തോന്നും, പക്ഷെ അകത്തൊന്നും ഉണ്ടാവില്ല. പലരും നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് കെയർ ഓഫ് പേഷ്യൻസിൽ നമ്മുടെ 10ാമത്തെ സ്റ്റാൻഡേർഡ് ആ ഒരു ഒബ്സ്ട്രിക് കെയറുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ അതിൽ 1ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഒബ്സ്ട്രിക് സർവീസസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊവൈഡഡ് സേഫ്ലി എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അതൊരു ഡോക്യുമെന്റേഷനെ കുറിച്ച് കൂടെയാണ് പറയുന്നത്. ആന്റിനാറ്റൽ, പെരിനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ ഗൈഡ് ലൈൻസ് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കൃത്യമായ ഒബ്സ്ട്രിക് കെയറിനുള്ള സേഫ് കെയർ ഡെലിവറിക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള പരിശീലനവും അതിൻ്റെ ഡോക്യുമെന്റേഷനും ഏറ്റവും കുറഞ്ഞത് ഇനിഷ്യൽ അസസ്മെന്റ്, ന്യൂട്രീഷണൽ അഡ്വൈസുകൾ, ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് റിട്ടേൺ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ നമുക്ക് ബെസ്റ്റ് ക്ലിനിക്കൽ പ്രാക്ടീസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഈ ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസിനെ കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ഉണ്ടാക്കിയത് സൂക്ഷിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടും ഒബ്സ്ട്രിക് എമർജൻസീസ് മാനേജ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവണം. കാരണം ഈ ഒബ്സ്ട്രിക് കേസസ് പലപ്പോഴും വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്കാണ് അവരെത്തുന്നത്. പക്ഷേ അത് ഏത് സമയത്തും ഒരു എമർജൻസി കേസായി മാറിയേക്കാം. അങ്ങനെ മാറുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള പ്രാക്ടീസ് ഉണ്ടാവണം. നമ്മൾ COP11 പീഡിയാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കെയറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ ബിയിൽ ഈ ന്യൂമോൺ ബേബീസിനെ എങ്ങനെയാണ് ഈ ഒരു കെയർ കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതും കൂടെ ചേർത്ത് ഇവിടെ ഡോക്യുമെന്റേഷനിൽ ഉണ്ടാവണം. സോ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് COP10A. ഒബ്സ്ട്രിക് സർവീസസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊവൈഡഡ് സേഫ്ലി.